നമസ്കാരം. ബീഹാറിലെ സംഭവം കേരളത്തിലും ആവർത്തിക്കുമെന്ന കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. പിണറായി വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ എത്തും. കോൺഗ്രസ് ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ആ കസേര പിണറായി വിജയന് നൽകുന്നത് കോൺഗ്രസ് തന്നെ ആയിരിക്കും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഞെട്ടൽ കേരളത്തിലും പ്രകടം തന്നെയാണ്. ബീഹാറിൽ മുന്നണിക്ക് അധികാരം നഷ്ടമായതിനേക്കാൾ കോൺഗ്രസിന്റെ ദയനീയ പ്രകടനമാണ് കേരളത്തിലെ പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും ഒരുപോലെ അലട്ടുന്ന വിഷയം. ബീഹാറിലെ പരാജയം, പ്രത്യേകിച്ച് മുസ്ലിം ദളിത് വോട്ടുകൾ നഷ്ടപ്പെട്ട രീതി കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മൂന്നാം ഊഴം എളുപ്പാക്കും എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കേരളത്തിൽ UDFന്റെ പ്രധാന വോട്ട് ബാങ്കുകളിൽ ഒന്നായ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന് BJPയെ ഫലപ്രദമായി നേരിടാൻ സാധിക്കുന്നില്ല എന്ന തോന്നലും ശക്തം തന്നെയാണ്. ബീഹാറിൽ കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിലെല്ലാം മഹാസഖ്യത്തിന്റെ പ്രകടനം മോശമായത് ഈ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ജോസഫ് വിഭാഗം തുടങ്ങിയ സഖ്യകക്ഷികൾ പോലും കോൺഗ്രസിന്റെ ദേശീയ നിലപാടുകളിൽ അസംതൃപ്തരാണ്. BJPക്കെതിരെ ഒരു ബദലായി ഇടതുപക്ഷം ദേശീയ തലത്തിൽ ഉയർന്നു വരുന്നില്ല എങ്കിലും കേരളത്തിൽ ഭരണ തുടർച്ച ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ LDFലേക്ക് മൊത്തമായി തിരിയാൻ ഇത് കാരണമായിരിക്കും. മാത്രവുമല്ല, ബീഹാറിലെ തിരിച്ചടിക്ക് പിന്നാലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കുകളും ദേശീയ നേതൃത്വത്തിനെതിരായ കലാപക്കൊടിയും കേരളത്തിലും പ്രതിഫലിക്കാനുള്ള സാധ്യത ഏറെയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ കേരളത്തിലെ പാർട്ടി സംവിധാനത്തെ തളർത്തിയിരിക്കുന്നു. ദേശീയ നേതൃത്വത്തിന്റെ പിടിപ്പുകേടിനെ കുറിച്ചുള്ള ചർച്ചകൾ കേരളത്തിലെ UDF പ്രവർത്തകരുടെ ആത്മവിശ്വാസം കെടുത്താനും ഇടയാക്കും. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കോവിഡ് പ്രതിരോധത്തിലെ മികവും സർക്കാരിന് അനുകൂലമായ പൊതുബോധം ഇതിനോടകം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വിജയം ഇടതുപക്ഷത്തിന്റെ ഭരണ തുടർച്ചയ്ക്കുള്ള സാധ്യതയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളും നിർണായകമാണ്. പ്രതിപക്ഷമായ UDFന്റെ ദേശീയ സംസ്ഥാന തലങ്ങളിലെ തിരിച്ചടികൾ കൂടിയാകുമ്പോൾ LDFന് മൂന്നാം ഊഴം ചരിത്രപരമായി എളുപ്പമാവുകയാണ്. ബീഹാറിൽ കോൺഗ്രസ് കാണിച്ച ദയനീയ പ്രകടനം കേരളത്തിലെ UDF ക്യാമ്പിന് ഒരു വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത്. ഒരു ശക്തമായ ബദലായി ഉയർന്നു വരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കപ്പെടാൻ അധികം താമസമില്ല എന്നതാണ് ആ സത്യം. കോൺഗ്രസ് തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുന്നതിന് ഒറ്റ കാരണമൊന്നും നമുക്ക് കണ്ടെത്താനാകില്ല. ദേശീയ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലങ്ങളിലുമായി നിരവധി കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട്. പ്രധാനമായും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നതും വിവിധ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ വ്യക്തമാക്കുന്നതുമായ കാരണങ്ങൾ നമുക്ക് നോക്കാം. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം സ്ഥിരതയുള്ള ശക്തമായ ദേശീയ നേതൃത്വത്തിന്റെ അഭാവം തന്നെയാണ്. നെഹ്റു ഗാന്ധി കുടുംബത്തിൽ തന്നെയുള്ള നേതൃത്വം തുടരണോ വേണ്ടയോ എന്നതിനെ ചൊല്ലിയുള്ള നിരന്തരമായിട്ടുള്ള ചർച്ചകളും തീരുമാനങ്ങൾ സ്വീകരിക്കുന്നതിലെ കാലതാമസവും പാർട്ടിയിൽ മൊത്തത്തിൽ ആത്മവിശ്വാസമില്ലായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. BJPയെ പോലെ ഒരു ശക്തമായ നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരാനോ നിർണായക ഘട്ടങ്ങളിൽ വേഗത്തിൽ തന്നെ തീരുമാനങ്ങൾ എടുക്കാനോ കോൺഗ്രസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതിനോടൊപ്പം തന്നെ പല സംസ്ഥാനങ്ങളിലും ഗ്രൂപ്പ് വഴക്കുകൾ അതിരുകടക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയുടെ പ്രകടനത്തെ പ്രതികൂലമായി ബാധിക്കുകയും താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുകയും ചെയ്തിട്ടുണ്ട്. BJPയുടെ ശക്തമായ കേഡർ സംവിധാനത്തെയും താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളെയും നേരിടാൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനം കോൺഗ്രസിന് ഇന്ന് പലയിടത്തും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ സംഘടന ദുർബലമാണ്. ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ വോട്ടാക്കി മാറ്റുന്നതിൽ പരാജയപ്പെടുത്തുന്നുമുണ്ട്. പല സംസ്ഥാനങ്ങളിലും വലിയ ജനപിന്തുണയുള്ള പ്രാദേശിക നേതാക്കളുടെ അഭാവവും കോൺഗ്രസ് നേരിടുന്ന പ്രധാന പ്രതിസന്ധിയാണ്. BJPക്ക് ദേശീയത, വികസനം തുടങ്ങിയ വ്യക്തമായ അജണ്ടകൾ ഉള്ളപ്പോൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സന്ദേശം പലപ്പോഴും അവ്യക്തമാണ്. അതായത് ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളെ, അതായത് തൊഴിലില്ലായ്മ, വിലക്കയറ്റം ഇവയൊക്കെ വേണ്ടത്ര ഊന്നി പറയുന്നതിലോ അതിനൊരു വ്യക്തമായ ബദൽ അവതരിപ്പിക്കുന്നതിലോ കോൺഗ്രസ് പരാജയപ്പെടുക പതിവായിരിക്കുന്നു. വോട്ടർമാരുമായി വൈകാരികമായി ബന്ധപ്പെടാൻ കഴിയുന്ന ശക്തമായ ഒരു സന്ദേശം നൽകാൻ പാർട്ടിക്കാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പരമ്പരാഗതമായി കോൺഗ്രസിന്റെ വോട്ട് ബാങ്കുകളായിരുന്ന ന്യൂനപക്ഷങ്ങൾ ഇന്ന് ദേശീയ തലത്തിൽ BJPയെ ചെറുക്കാൻ കോൺഗ്രസിന് കഴിവില്ലെന്ന് കരുതിയിട്ടുമുണ്ട്. ഇത് പലപ്പോഴും ന്യൂനപക്ഷ വോട്ടുകൾ പ്രാദേശിക തലത്തിൽ ശക്തരായ മറ്റ് പാർട്ടികളിലേക്ക്, അതായത് കേരളത്തിലെ വിഷയം വരികയാണെങ്കിൽ LDF, തമിഴ്നാട്ടിലാണെങ്കിൽ DMK, ബീഹാറിൽ RJD പോലെയുള്ള സഖ്യകക്ഷികളിലേക്ക് മാറാൻ കാരണമാകുന്നുണ്ട്. അതുപോലെ മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെയും
ഉയർന്ന ജാതിക്കാരുടെയും വോട്ടുകൾ BJP-യിലേക്ക് തിരിഞ്ഞതും കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയ ഘടകം തന്നെയാണ്. ഇതിനെല്ലാം പുറമെ സംസ്ഥാനങ്ങളിൽ, അതായത് പ്രാദേശിക പാർട്ടികൾ, ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ DMK, ഡൽഹിയിൽ ആം ആദ്മി പോലെയുള്ള പാർട്ടികളൊക്കെ ശക്തിപ്പെട്ടത് കോൺഗ്രസിന്റെ സ്വാധീനം ഗണ്യമായി കുറച്ചു എന്ന് വേണം പറയാൻ. ഈ പാർട്ടികൾക്ക് തങ്ങളുടെ സംസ്ഥാനങ്ങളിലെ വോട്ടർമാരുമായി കോൺഗ്രസിനേക്കാൾ ശക്തമായ ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് അതിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ കഴിയാതെ വരികയും തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കോൺഗ്രസിന് രാഷ്ട്രീയത്തിൽ ഒരു ശക്തമായ മടങ്ങിവരവ് സാധ്യമാകുമോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഇങ്ങനെ സാധ്യമാകണമെങ്കിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലങ്ങളിലുമായി സമൂലമായ മാറ്റങ്ങളും വ്യക്തമായ തന്ത്രങ്ങളും ആവശ്യം തന്നെ. നിലവിലെ സാഹചര്യത്തെ നമുക്ക് കോൺഗ്രസിന്റെ തിരിച്ചുവരവ് എങ്ങനെ സാധ്യമാകുമെന്ന രീതിയിൽ വിലയിരുത്താം. കോൺഗ്രസ് അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയായ നേതൃത്വ പ്രതിസന്ധിക്ക് ആദ്യം പരിഹാരം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ഥിരതയുള്ളതും ശക്തവുമായ, എല്ലാവർക്കും സ്വീകാര്യനായ ഒരു അധ്യക്ഷനെ കോൺഗ്രസ് തെരഞ്ഞെടുത്തിരിക്കണം. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കി പാർട്ടിക്ക് വ്യക്തമായ ദിശാബോധം നൽകാൻ കഴിയുന്ന ഒരു കൂട്ടായ നേതൃത്വത്തെ വാർത്തെടുക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമാണ്. സംഘടനയുടെ ശക്തി വീണ്ടെടുക്കുക എന്നതാണ് രണ്ടാമത്തെ പ്രധാനമായിട്ടുള്ള ഘട്ടം. BJP-യോ പ്രാദേശിക പാർട്ടികളോ ചെയ്യുന്നത് പോലെ ബൂത്ത് തലം മുതൽ AICC തലം വരെ സംഘടനയെ പുനഃസംഘടിപ്പിക്കണം. താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ഉത്തേജിപ്പിക്കാനും അവരെ നിരന്തരമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാക്കാനും കഴിയുന്ന ഒരു കേഡർ സംവിധാനവും കോൺഗ്രസിൽ രൂപപ്പെടുകയും അത് പുനഃസ്ഥാപിക്കപ്പെടുകയും വേണം. കൂടാതെ സംസ്ഥാനങ്ങളിൽ ജനപിന്തുണയുള്ള, അതായത് പുതിയ യുവ നേതാക്കളെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരികയും കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ്. BJP-യുടെ ദേശീയത പോലുള്ള ശക്തമായ സന്ദേശങ്ങൾക്കെതിരെ ജനങ്ങളുമായി വൈകാരികമായി ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു വ്യക്തമായ രാഷ്ട്രീയ സന്ദേശം കോൺഗ്രസ് രൂപീകരിക്കുകയും വേണം. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കർഷക പ്രശ്നങ്ങൾ തുടങ്ങിയ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിനൊരു ശക്തമായ ബദൽ നൽകുകയും സംഭവിക്കണം. സാമൂഹിക നീതി, തുല്യത തുടങ്ങിയ മതേതര മൂല്യങ്ങളെ കൂടുതൽ ശക്തമായി ഉയർത്തിപ്പിടിക്കുകയും ജനങ്ങൾക്ക് വിശ്വാസം നൽകുന്ന ഒരു സാമ്പത്തിക നയം അവതരിപ്പിക്കുകയും വേണം. BJP-ക്കെതിരെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിപക്ഷ ഐക്യം ഉണ്ടാക്കുക എന്നത് കോൺഗ്രസിന്റെ ദേശീയമായിട്ടുള്ള നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് എന്ന കാര്യം നമുക്കറിയാം. സംസ്ഥാനങ്ങളിൽ പ്രാദേശിക കക്ഷികളുമായി വിട്ടുവീഴ്ചകൾ ചെയ്ത് ശക്തമായ സഖ്യങ്ങൾ രൂപീകരിക്കണം. ഉദാഹരണത്തിന് ബീഹാറിൽ RJD-യുമായി സഖ്യത്തിൽ ഏർപ്പെട്ടതുപോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള സഖ്യങ്ങൾ പ്രധാന പ്രാദേശിക കക്ഷികളുമായി കൈകോർക്കുകയും വേണം. ഈ സഖ്യങ്ങളിലൊക്കെ കോൺഗ്രസ് ഞാനാണ് വലുത് എന്ന മനോഭാവം ഉപേക്ഷിച്ചുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള സഹകരണത്തിന് തയ്യാറാവുക തന്നെ വേണം. പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പ്രചാരണത്തിലും സോഷ്യൽ മീഡിയ ഇടപെടലുകളിലും കോൺഗ്രസ് കൂടുതൽ മെച്ചപ്പെടേണ്ടതും ഇവിടെ നിർബന്ധമാണ്. BJP-യുടെ സൈബർ പ്രചാരണങ്ങളെ നേരിടാൻ കഴിയുന്ന ശക്തമായ ഒരു സൈബർ ടീമും രൂപീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാവണം. യുവാക്കളെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ ആശയവിനിമയം നടത്തുകയും ഇവിടെ നിർബന്ധമാണ്. ചുരുക്കി പറഞ്ഞാൽ ശക്തമായ നേതൃത്വം, സംഘടനാപരമായ പുനരുജ്ജീവനം, ജനങ്ങളെ ആകർഷിക്കുന്ന വ്യക്തമായിട്ടുള്ള നയം, പ്രാദേശിക കക്ഷികളുമായിട്ടുള്ള ഐക്യം എന്നിവയിലൂടെ മാത്രമേ കോൺഗ്രസിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇനി മടങ്ങിവരവ് സാധ്യമാവുകയുള്ളൂ.